വിഷ്ണു ഈ പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് ഈ ജനത, ചിലപ്പോൾ അവിടെ നിന്ന് കടന്നുപോയ ആൾക്കാർ, പണ്ട് ജീവിച്ചിരുന്ന ആ തലമുറകൾ, അവരൊക്കെ ഇതൊന്ന് കാണാനിടയായിരുന്നെങ്കിൽ എത്രത്തോളം അവർ സന്തോഷിച്ചേനെന്ന് നമുക്കറിയില്ല. പുറം ലോകവുമായി രാത്രി 9 മണിക്ക് ശേഷം ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ജങ്കാറുകൾ മാത്രമാണ് ആകെ അവർക്കുള്ള ഒരു ആശ്രയം. ഈ ജങ്കാർ പോയി കഴിഞ്ഞാൽ സമയത്ത് ജോലിക്ക് പോകാനെത്തില്ല. സുഖമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ എത്തില്ല. എന്ത് ജനങ്ങൾ പോലും അങ്ങ് അക്കരെയല്ലേ എന്ന് പറഞ്ഞ് എത്രയോ വിവാഹം പോലും മുടങ്ങിയ ഒരു കഥ ആ ദ്വീപിനുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെ ഇനി പഴങ്കഥകളാകുകയാണ്. ഇനി ഒരു പുതിയ കഥയിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, ഇനി അവരുടെ കഥ എഴുതാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്ന, അങ്ങനെ അവരെ കരുത്തരാക്കുന്ന ഒരു പാലമാണ് പെരുമ്പളം പാലം എന്ന് പോലും നമുക്ക് പറയാൻ ആകും. വിഷ്ണു സുരേഷ്, ക്രിസ്റ്റീന, നടൻ മമ്മൂട്ടി ഉപയോഗിച്ച വാക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. പെരുമ്പളം ായിരുന്നു, ഇനി മുതൽ അവർ ഒഴുകാൻ പോകുകയാണ്. അത് തന്നെയാണ് അതിൽ ഏറ്റവും കൃത്യമായ വാക്കുകൾ. പുറം ലോകവുമായി കാര്യമായ ബന്ധമില്ലാതെ ആ ദ്വീപിനകത്ത് തന്നെ ചുറ്റി കൂടിക്കിടക്കുന്ന ഒരു ജനത. അത് തന്നെയാണ് നടൻ മമ്മൂട്ടിയും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നാടിയും വടുതലയും അതുപോലെ പെരുമ്പളവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിന്റെ ഫിസിക്കൽ മാപ്പിൽ അല്ലെങ്കിൽ ആ ഭൂപടത്തിൽ ഉണ്ട് എന്നല്ലാതെ പുറം ലോകവുമായി എല്ലാ സമയവും ബന്ധം പുലർത്തുന്ന പ്രദേശങ്ങളല്ലായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും അവരെ ഈ പരിമിതി മൂലം അവരെ തന്നെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയാണ് അതൊരു യഥാർത്ഥ നാടായി അറിയപ്പെടാൻ പോകുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ആ സ്വപ്നങ്ങൾ, അത് സ്വന്തമായി അവരുടെ സ്വപ്നങ്ങൾ എഴുതാനും പുതിയൊരു കഥയിലേക്കാണ് ഇന്നിപ്പോൾ പെരുമ്പളം ദ്വീപ് നിവാസികൾ കടക്കാൻ പോകുന്നത്. വർഷങ്ങളോളം പല തലമുറകളും അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വിരാമമാവുകയാണ്. അവരുടെ സ്വപ്നങ്ങൾക്കും ചിറകാവുകയാണ്. ഇനി അവർക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകാം, അവർക്ക് സമയത്തിന് എവിടെ വേണമെങ്കിലും എത്താം. ആശുപത്രിയിലേക്കും മറ്റ് ദൈനംദിന ജീവിത ആവശ്യങ്ങളിലേക്കും എല്ലാം ഓടിയെത്താൻ കരുത്തു പകരുന്ന ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഉദ്ഘാടന സമ്മേളനമുണ്ട്. മുഖ്യമന്ത്രിയാണ് പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 2016-17 ബജറ്റിലാണ് പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ഒരു സ്വപ്നത്തിന് തുടക്കമിട്ടത്. ആ ബജറ്റിലാണ് ഈ പെരുമ്പളം പാലം പ്രഖ്യാപിച്ചത്. കിഫ്ബിയിൽ നിന്നും 100 കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. 106 കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. വിഷ്ണു, ഇനി അവിടെ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും അല്ലേ? ക്രിസ്റ്റീന, ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതായത് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ നമ്മളെ ഈ പാലത്തിലൂടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ആളുകൾ. ചേച്ചി, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഈ സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുലഭമായ നിമിഷങ്ങളാണിത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പെരുമ്പളത്തേക്ക് ഞങ്ങളെ കെട്ടിക്കുമ്പോഴേക്കും ഞങ്ങൾ മറുകരയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവിടെ കല്യാണം ആലോചിക്കുമ്പോൾ പോലും ഞങ്ങളുടെ മുത്തശ്ശിമാർക്ക് അത് താല്പര്യമില്ലാഞ്ഞു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ പെരുമ്പളത്ത് വന്നതിലാണ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ചേച്ചി, വലിയ പാലം വരുമെന്നൊക്കെ ഏതെങ്കിലും കാലത്ത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. വലിയ സന്തോഷമാണ് ചേച്ചി. സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളൊക്കെ അക്കരയിലുള്ള ആൾക്കാരായിരുന്നു, ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ പോക്കും വരവൊക്കെ വളരെ ദുരിതമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇങ്ങനെ പെട്ടുപോയല്ലാന്ന് ഓർത്ത്. അപ്പോൾ സന്തോഷമായി. അവർ പെട്ടുപോയി എന്ന് കരുതിയതാണ് പെരുമ്പളത്ത്. അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് ഈ പാലത്തോടു കൂടി. അങ്ങനെ പല ആളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അവരുടെ ദുരിത ജീവിതം, കഴിഞ്ഞ പതിറ്റാണ്ടുകളേറെ അവർ നയിച്ച അല്ലെങ്കിൽ അവർ നേരിട്ട ദുരിത ജീവിതത്തിനെല്ലാം പരിഹാരമാണ്. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വരുന്ന ഘട്ടത്തിൽ ഒരാൾ ഈ പാലത്തിന് രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, സ്ഥിരമായി ഇതിങ്ങനെ വാക്കിംഗ് ആണോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ഇത് ഏറെ നാളായി ആഗ്രഹിച്ചൊരു പാലമാണ്. ആ പാലത്തിൽ കൂടിയുള്ള കൊതുതീരത്തോളം നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്, അതിൻ്റെ ഭാഗമായി കാഴ്ചകൾ കാണുന്നതാണ് എന്നാണ് അവരൊക്കെ പറയുന്നത്. അത്രയേറെ സന്തോഷം ഓരോ ആളുകൾക്കും ഈ പാലം വന്നതോടുകൂടി ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ദ്വീപ് നിവാസികളുടെ ജീവിതം ഈ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപും ശേഷവും എന്ന നിലയിൽ തന്നെ നിർവചിക്കേണ്ടി വരും. കാരണം അത്രയധികം കടന്നുപോയ തലമുറകളൊക്കെ അത്രയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു സ്ഥലമാണ്. അവരുടെ ഓരോരുത്തരുടെയും കണ്ണിൽ കാണുന്ന ഒരു ആശ്വാസവും അത് തന്നെയാണ്.
തീർച്ചയായും അത് തന്നെയാണ് പെരുമ്പളത്തെ ഈ പാലത്തിന് ശേഷവും അതിനു മുൻപും എന്ന രീതിയിൽ തന്നെ നിർവചിക്കേണ്ടി വരും. കാരണം ഇത് അവരുടെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതമാണ്. ഇതുവരെ അവർ അനുഭവിച്ച പ്രതിസന്ധികൾ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു പുത്തൻ ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം KSRTC ബസ് പെരുമ്പളം പാലത്തിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ്. ഒന്നല്ല, 2 ബസ്സുകളാണ് പെരുമ്പളത്തെ ഈ മഴവിൽ പാലത്തിലൂടെ ഒരുപക്ഷെ ഔദ്യോഗികമായി കടന്നു ചെല്ലുന്നത്. പെരുമ്പളം ദ്വീപ് എന്ന് ബോർഡ് വെച്ചുകൊണ്ട് ഒരു ബസ്, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി ഇവർ കാത്തിരിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു. അത്രയും സന്തോഷം അവരുടെ എല്ലാവരും. കാരണം ആ ബസ്സിനെ അവർ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ആ ബസ്സിലെ ആർപ്പ് വിളിച്ചുമല്ല, അതോടൊപ്പം തന്നെ സന്തോഷം പങ്കുവെച്ചും ഒക്കെ ആ ബസ്സിനെ ക്ഷണിക്കുകയാണ് പെരുമ്പളം ദ്വീപിലേക്ക്. എത്രയോ വർഷങ്ങളായി ഇങ്ങനൊരു ബസ് അല്ലെങ്കിൽ ഇങ്ങനൊരു മോട്ടോർ വാഹനത്തിന്റെ KSRTC പോലുള്ള അല്ലെങ്കിൽ ബസ്സുകൾ അക്കരയിൽ എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. 2019 അതിന്റെ ഒരു ആദ്യ സാമ്പിൾ എന്ന രീതിയിൽ തറക്കല്ലിടുന്നു. അപ്പോഴും ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. 2026 എത്തിയപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പെരുമ്പളം ദ്വീപിലേക്ക് KSRTC ബസിന്റെ സർവീസ് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് മറുകരയിൽ നിന്ന് അരുക്കുറ്റിയിൽ നിന്ന് പെരുമ്പളത്തേക്കും പെരുമ്പളത്ത് നിന്ന് അരുക്കുറ്റിയിലേക്കും ഒക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വരുന്ന ദിവസങ്ങളിലൊക്കെ KSRTC സ്റ്റാൻഡ് അടക്കം ഈ പാലത്തിന്റെ ഇറക്കത്തിൽ കുറച്ച് സ്ഥലമുണ്ട്. പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ബസ് സ്റ്റാൻഡ് രൂപീകരിച്ച ബസ് അങ്ങോട്ടേക്ക് സ്ഥിരമായി സർവീസുകൾ എത്തിക്കാനുള്ള ഒരു നടപടി ഉടൻ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും. അതാണ് പെരുമ്പളത്തുകാരുടെ ജീവിതം മാറ്റാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടേണ്. ഒപ്പം തന്നെ ടൂറിസം വികസനം. പെരുമ്പളം കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് ടൂറിസത്തിന്റെ ഒരു സാധ്യത വിളിച്ചോതുന്ന സ്ഥലമാണ്. പക്ഷേ വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരുന്നത്. എന്തായാലും ആ വന്ന KSRTC ബസ്സുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പെരുമ്പളം ദ്വീപ് എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾ, അത് വെറും അക്ഷരങ്ങൾ മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു എന്താണ് പറയുന്നത്, അതിലേക്കുള്ള ഒരു പാത കൂടിയാണ് തെളിക്കുന്നത്. കാരണം കൃത്യമായി ഇവരുടെ ജീവിതവും അവിടുത്തെ പല ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാനുള്ള അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് കാണുന്ന നമുക്ക് പോലും പലപ്പോഴും ഇത് എത്രത്തോളമാണ് ഒരു ജനതയുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് നാന്ദിയാകുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാകും. എന്തായാലും അങ്ങനെ ഒരു ജനതയുടെ ഒരു ജീവിത ശൈലി തന്നെ മാറ്റാൻ പോകുന്ന അത്രയ്ക്ക് ആഹ്ലാദം അവർക്ക് നൽകുന്ന ഒരു പാലത്തിന്റെ ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം കഴിഞ്ഞത്. എന്തായാലും 2016 ബജറ്റിൽ അതിന് വിത്തിട്ട ആ സ്വപ്നമാണിപ്പോൾ സാക്ഷാത്കാരമായിരിക്കുന്നത്. വിഷ്ണു, ആ പെരുമ്പളത്തേക്ക് വരുന്ന KSRTC ബസ്സുകൾ, അതിലെഴുതിയിരിക്കുന്ന ആ പെരുമ്പളം ദ്വീപ്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ പെരുമ്പളം ദ്വീപ് എന്ന ബോർഡുമായിട്ട് ഒരു വണ്ടി അവിടേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊക്കെ ഊഹിക്കാൻ സാധിക്കും. അവർ കാത്തിരുന്നത് ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പെരുമ്പളം ദ്വീപ് എന്ന ബോർഡ് വെച്ചൊരു ബസ് ഞങ്ങളുടെ ദ്വീപിലേക്ക് എത്തുകയും ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിനുവേണ്ടി ഒരുപാട് പോരാട്ടം അവർ നടത്തിയിരുന്നു. ഒരുപക്ഷെ ആ പോരാട്ടത്തിന്റെ ഭാഗമായ പലരും ഇന്ന് ജീവനോടെ ഇല്ല. പക്ഷേ അവർക്കൊക്കെ അവരെല്ലാവരും ഇത് കാണുന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പെരുമ്പളം ദ്വീപുകാരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. അതായത് പല സമയങ്ങളിലും കൃത്യസമയത്ത് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇയാളുടെ എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പെരുമ്പളം ദ്വീപുമായി ബന്ധപ്പെട്ട് പലരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകും. അത് ഈ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വൈകുന്നത്, ആശുപത്രിയിലേക്ക് അടിയന്തര സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വൈകുന്നത് ഈ പ്രതിസന്ധിയെ തുടർന്നാണ്. അതായത് വാഹനമില്ല, വള്ളത്തിലും അതോടൊപ്പം തന്നെ മറ്റ് മോട്ടോർ ബോട്ടുകളിലൊക്കെയാണ് ആളുകളെ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.